LDFിന്റെ MLA ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ MLA ഞാൻ ഔദ്യോഗികമായി കിട്ടിയ രേഖകളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഹെൽത്തിന്റെ കുറച്ച് HIമാരും JHIമാരും ഒക്കെ തന്നെ മേയറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളെ ഈ വീടുകളിൽ കിച്ചൺ ബിൽ വിൽക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അതായത് ഒരു HIയുടെ ജോലി. അപ്പൊ ഒരാൾ പറഞ്ഞു, സാറേ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെയൊക്കെ വിടുമല്ലോ വീട്ടിൽ പോയിട്ട് സോപ്പ് വേണോ ചീപ്പ് വേണോ കണ്ണാടി, നമ്മൾ കഥ അടച്ച അവിടെ തന്നെ കേൾക്കുമ്പോൾ തന്നെ പലരും തുറന്നുകളെ. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ പോയിട്ട് കിച്ചൺ ബിൻ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. കോടിക്കണക്കിന് രൂപയുടെ കിച്ചൺ ബിൻ വാങ്ങിക്കൊണ്ട് അവിടെ കെട്ടി അടുക്കി വെച്ചിരിക്കുകയാണ്, ആർക്കും വേണ്ടാത്തത്. ഇതിനെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരെണ്ണം വിൽക്കാൻ പോണ്ട, ഇനി ആ പരിപാടിയെ നഗരസഭയിൽ വേണ്ട. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായിരുന്നു. ഏതെങ്കിലും ഒരു പദ്ധതി വിജയിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം മേയറായിരുന്ന സമയത്ത് എത്രയോ പദ്ധതികൾ കൊണ്ടുവന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കോർപ്പറേഷനിൽ ഈ വേസ്റ്റ് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഈ ഗതികേടുണ്ടാവുമായിരുന്നു. എത്ര കോടി രൂപയാണ് പൊടിച്ചത്? ഏതെങ്കിലും 3.5-4 വർഷം മേയറായിരുന്നു, ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു പരിപാടി ഈ കോർപ്പറേഷനിൽ വിജയിപ്പിച്ചിട്ടുണ്ടോ? ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ റെസിഡൻസ് അസോസിയേഷനൊക്കെ കൂടെ തന്നെ മനുഷ്യ സ്നേഹമുള്ള ജനങ്ങളെ കൂടെ തന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കൊണ്ടുകൊടുത്തു. കോർപ്പറേഷന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വണ്ടി വിളിച്ചു അതിന്റെ മുമ്പിൽ നിന്ന് ഒരു പച്ച കൊടി കാണിച്ച് അതിനെ കയറ്റി മലപ്പുറത്തോട്ട് വിട്ടതല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ, പറയട്ടെ. വിജയകരമായി ഞങ്ങൾ നടപ്പിലാക്കിയത് ഇന്ന പദ്ധതിയാണെന്ന് പറയട്ടെ. ഈ വട്ടിയൂർക്കാവിൽ എത്ര കാലം കൊണ്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ കരുതുന്നതിനൊന്നുമല്ല, വളരെ വലിയൊരു അപകടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.